നിയമമണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി ജയിക്കാൻ തന്ത്രങ്ങൾ ഇറക്കുകയാണെന്ന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. രാജീവ് എന്ന CPI മെമ്പറെ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി വിവാദം സൃഷ്ടിക്കാൻ നുണ പറയുകയാണ്. ലേബർ വകുപ്പിൽ നിന്ന് എല്ലാവരെയും ഇലക്ഷൻ കമ്മിറ്റിയുടെ ഉദ്യോഗസ്ഥരായി നിയമിച്ചു. കോൺഗ്രസ് ആണ് നാണമില്ലാത്ത പാർട്ടി എന്നാണ് വിചാരിച്ചത് CPIഎമ്മും ശിവൻകുട്ടിയും. അതിന് വെല്ലുവിളിയാകുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിയമമണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥി CPMന്റെ സ്ഥാനാർത്ഥിയായ മന്ത്രി ശിവൻകുട്ടിജി ജയിക്കാൻ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളുടെ ഓരോരോ ഉദാഹരണം നമുക്ക് കാണാൻ കിട്ടുന്നു. വിവാദം സൃഷ്ടിക്കുക, നുണ പറയാ, രാജീവ് എന്നൊരു പുതിയ പേരുള്ളൊരു CPMകാരനോട് മത്സരിപ്പിക്കാൻ പറയാ, എന്നിട്ട് ലേബർ മിനിസ്ട്രിയിൽ നിന്ന് എല്ലാവരും ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരാക്കി അപ്പോയിന്റ് ചെയ്യുക. അല്ല, ഞാൻ വിചാരിച്ചു കോൺഗ്രസ് ആണ് ഏറ്റവും നാണമില്ലാത്തൊരു പാർട്ടി. ഇനിയിപ്പോ അതിൽ കോമ്പറ്റീഷൻ കൊടുക്കുന്നത് ശിവൻകുട്ടിജി ആണെന്നാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്. CPIഎമ്മിന് BJPയുമായി പരസ്യമായ ധാരണ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ അത് തുറന്നു പറഞ്ഞ രീതിയിൽ നടത്തുന്നതാണെന്നും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. പാലക്കാട് മണ്ഡലത്തിൽ പൊതുരംഗത്ത് സജീവമല്ലാത്ത ഒരാളെ CPIഎം സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് BJPയെ സഹായിക്കാനാണെന്ന് വ്യക്തമായ സൂചനയാണെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. ഒരബദ്ധം ചെയ്യുമ്പോൾ അവരാലോചിക്കേണ്ടതായിരുന്നു. ഇവരാരും വിചാരിച്ചിട്ടും ഒരു കാര്യമില്ല. തമിഴ്നാട്ടിലൊരു സീറ്റ് ജയിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ സഹായമാണ്. എന്നിട്ടാണ് ഈ വർത്താനം. അത് ഇപ്പോൾ ഈ ഡീൽ ആരോപണങ്ങളൊക്കെ പണ്ടും തിരഞ്ഞെടുപ്പുകളിലൊക്കെ വരാറുണ്ട്. പക്ഷെ ഇത്ര പ്രകടമായി ചെയ്താൽ അത് പുറത്തു വരാതിരിക്കും. പാലക്കാട് കൊണ്ടുപോയി ഒരു UDFന്റെ വോട്ട് ബാങ്ക് ഭിന്നിപ്പിക്കുന്ന പ്രകടമായ രാഷ്ട്രീയത്തിലൊന്നുമില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കി അതാരെ സഹായിക്കണം. 3ാം സ്ഥാനത്തുള്ള LDF, 2ാം സ്ഥാനത്തുള്ള BJPക്ക് വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഏത് കുട്ടികൾക്കും മനസ്സിലാവും. അത് വളരെ പ്രകടമായിപ്പോയി. അതപ്പോൾ കുഴപ്പമായത്.